നെന്മാറ പഞ്ചായത്ത് ജാഗ്രതാ സമിതി യോഗം ചേർന്നു. പഞ്ചായത്തും എക്സൈസ് വകുപ്പ് സംയുക്തമായാണ് ജാഗ്രതാ സമിതി യോഗം നടത്തിയത്. ജാഗ്രതാ സമിതി യോഗം നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുനിൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ചങ്ങലക്കണ്ണികളാക്കി ഈ ശൃംഖല വളരുന്നതിന്റെ അടിവേരുകൾ പിഴുക തന്നെ വേണം. നമ്മുടെ കുട്ടികളെ ഈ ഇത്തരം മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ ചുറ്റിലും പല തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലഹരി മാഫിയ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളെയാണ്. അതിനാണോ പെണ്ണോ എന്നുള്ള ഒരു വ്യത്യാസമില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുത്തശ്ശനെ കൊല്ലാൻ എല്ലാവിധ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് എങ്ങനെ ആ കൊലപാതകം നടത്തണമെന്ന് വിദഗ്ധമായി ആസൂത്രണം ചെയ്യുന്നൊരു കാലമാണ്. അച്ഛനെ പ്രതിയാക്കി തനിക്കെങ്ങനെ രക്ഷപ്പെടാ എന്ന് കൂട്ടുനിന്ന ആളുകൾക്കടക്കം ചെറിയ കുട്ടി പഠിപ്പിച്ചു കൊടുക്കുക. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്രയും വലിയ ക്രിമിനൽ ടെൻഡൻസി അവരുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ അത് തന്നെ സൃഷ്ടിക്കപ്പെട്ടതല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഗോകുൽദാസ് അധ്യക്ഷനായി. സൗമ്യ വിജയ്, ബിജിൽ, കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.